Next topic is all air conditioning system. This all air conditioning system uses air to heat or cool rooms. That is, it is capable of controlling humidity and outdoor ventilation. In this system, there is no water is used. So, the hydraulic system cannot do controlling humidity and outdoor ventilation. In hydraulic system, there is no humidity control or ventilating the air. So in this all air conditioning system, it can heat and cool within the same system. During winter season, air is heated at the heat source. Heat source may be a furnace. In this furnace, there is a coil. That coil heat the water, heat water or steam, and that is heated. Then the outdoor air is heated. Then this heated air is supplied through a supply air duct. Before going to the supply air duct, the heated air is circulated by a fan and travels to each room through a supply air duct. This supply air enters the room through outlet called air diffuser or a register. This air diffuser is used to provide proper air distribution in the room. When the warm supply air enters the room is heated. A humidifier may also be included to maintain a comfortable room humidity in winter. But in this all air conditioning system, it can be used for, the same system is used for during winter season and in summer season. അപ്പോൾ all air conditioning system എന്ന് പറയുന്നത് വിൻ്റർ സീസണിലും സമ്മർ സീസണിലും എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. കാരണം ഇത് ഒരേ സിസ്റ്റം തന്നെയാണ് ഹീറ്റ് ചെയ്യാനും കൂൾ ചെയ്യാനും യൂസ് ചെയ്യുന്നത്. ഇൻ ദിസ് air conditioning system, the components are air filter, heat source, humidifier, cooling source, fan, supply air duct and air diffuser. Then return air duct, return air fan and exhaust. These are the main components in this AC system. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിൻ്റർ സീസണിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഔട്ട്ഡോർ എയറിനെ എയർ ഫിൽട്ടർ വഴി കടത്തിവിടും. എയർ ഫിൽട്ടർ അതിനെ ഫിൽട്ടർ ഔട്ട് ചെയ്യും. ഫിൽട്ടർ ഔട്ട് ചെയ്തതിനെ ഹീറ്റ് സോഴ്സിലേക്ക് കൊടുക്കും. ഹീറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഒരു ഫർണസാണ്. ആ ഫർണസിനകത്തൊരു കോയിലുണ്ട്. ആ കോയിൽ എന്ത് ചെയ്യും, നമ്മുടെ ഹ്യൂമിഡിറ്റിയിൽ എന്ത് ചെയ്യും, അതായത് നമുക്കവിടെ ഒരു നീരാവി ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ആ ഇതിനെ എന്ത് ചെയ്യും, എയറിനകത്തുള്ളതിനെ കൂൾ ചെയ്യിച്ചതിന് ശേഷം ഹീറ്റ് ചെയ്തതിന് ശേഷം ആ ഹീറ്റഡ് എയറിനെ എന്ത് ചെയ്യും, ഒരു ഫാൻ വഴി സർക്കുലേറ്റ് ചെയ്യും. ആ സർക്കുലേറ്റ് ചെയ്യുന്നത് കടത്തിവിടാൻ ഒരു ഡക്റ്റ് ഉണ്ട്, എയർ ഡക്റ്റ് ഉണ്ട്. ഈ എയർ ഡക്റ്റ് എല്ലാ റൂമിലും കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ എയർ ഡക്റ്റ് വഴി റൂമിലേക്ക് കൊടുക്കും. റൂമിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ റൂമിലെ എല്ലാ സ്ഥലത്തേക്കും, ഈച്ച് ആൻഡ് എവറി കോർണറിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഒരു എയർ ഡിഫ്യൂസർ ഉണ്ടാവും. അങ്ങനെയാണ് റൂമിലേക്ക് ഹീറ്റഡ് എയറിനെ കടത്തിവിട്ട് ഒരു വിൻ്റർ സീസണിൽ റൂം ഹീറ്റ് ചെയ്യുന്നത്. Then in summer season, air is cooled using the cooling source. ഒരു കൂളിംഗ് സോഴ്സ്, അതായത് ഒരു റെഫ്രിജറേഷൻ എക്യുപ്മെൻ്റ് ആണ് കൂളിംഗ് സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സോഴ്സ് യൂസ് ചെയ്ത് എയറിനെ കൂൾ ചെയ്തതിന് ശേഷം
The same process, that is, the circulated fan is given this cooled air to the supply air duct. എയർ ഡക്റ്റ് വഴി കൂൾ എയറിനെ കടത്തിവിടും. ആ കടത്തിവിട്ട എയറിനെ റൂമിലേക്ക് സപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ റൂമിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എയർ ഡിഫ്യൂസർ യൂസ് ചെയ്യും. ഏത് സീസണിൽ? സമ്മർ സീസണിൽ. അതിനുശേഷം ഈ സർക്കുലേറ്റ് ചെയ്ത എയർ, റൂമിലുണ്ടാവുന്ന എയർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് റൂം ടെമ്പറേച്ചറിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലേക്ക് പോകുകയെന്ന് വെച്ചാൽ അതിൻ്റെ ഹീറ്റിംഗ് അല്ലെങ്കിൽ കൂളിംഗ് എഫക്റ്റ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ വിൻ്റർ സീസണിലാണെങ്കിൽ അതിൻ്റെ ഹീറ്റ് കുറയും. ആ എയറിൻ്റെ ഹീറ്റ് കുറയാൻ തുടങ്ങുമ്പോഴത്തേക്ക്, ചൂട് കുറയാൻ തുടങ്ങിയിട്ട് ഓട്ടോമാറ്റിക്കലി അത് മറ്റൊരു ഡക്റ്റിലേക്ക്, ദാറ്റ് ഈസ് റിട്ടേൺ എയർ ഡക്റ്റ് വഴി അത് എക്സോസ്റ്റ് ചെയ്യും. ഒന്നെങ്കിൽ അത് എക്സോസ്റ്റ് ചെയ്യും, അതല്ലെങ്കിൽ വീണ്ടും ആ എയറിനെ തന്നെ സർക്കുലേറ്റ് ചെയ്ത് വീണ്ടും അത് ഹീറ്റ് ചെയ്ത് വീണ്ടും സെയിം പ്രോസസ്സിലൂടെ റൂമിനെ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സമ്മർ സീസണിലാണെങ്കിൽ ദ സെയിം പ്രോസസ്സ്, കൂൾഡ് എയർ ആണെങ്കിൽ അത് ടെമ്പറേച്ചറിലേക്ക് പോകും. അങ്ങനെ പോകുന്ന എയറിനെ വീണ്ടും അത് റിട്ടേൺ ചെയ്യിക്കും. എങ്ങോട്ട് തന്നെ? കൂളിംഗ് സോഴ്സിലോട്ട്. അത് കൂളിംഗ് സോഴ്സിലോട്ട് കൊടുക്കാതെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് എക്സോസ്റ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഔട്ട്ഡോർ എയറിനെ മാത്രം ഇങ്ങനെ ഈ പ്രോസസ്സ് മാത്രം ചെയ്യുകയും ചെയ്യാം. അതാണ് ഓൾ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ ഒരു ഫിൽട്ടർ ഉണ്ട്. അതാണ് മെയിൻ. ഫിൽറ്ററും ഹ്യൂമിഡിഫയറുമാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. ഫിൽട്ടർ ഔട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഔട്ട്ഡോർ എയർ ആകുമ്പോൾ ഔട്ട്ഡോർ എയറിൽ ഒരുപാട് പാർട്ടിക്കിൾസ്, വേറെയും ഡസ്റ്റ് അല്ലെങ്കിൽ മറ്റ് പാർട്ടിക്കിൾസ് അതിലുണ്ടാകും. അതിനെയെല്ലാം ഫിൽട്ടർ ഔട്ട് ചെയ്ത് പ്യുവർ എയർ മാത്രമായിരിക്കും റൂമിൽ സർക്കുലേറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് ദി വർക്കിംഗ് ഓഫ് ഓൾ എയർ കണ്ടീഷനിങ് സിസ്റ്റം.